പറഞ്ഞു തരുന്നത്. മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കഴിഞ്ഞ് പടച്ചവനെ അങ്ങ് പുറകിലേക്ക് നടന്നു പോകുമല്ലോ, ജന്നത്തിൽ ബഖിയ കാണാൻ, ജന്നത്തിൽ ബഖിയ സിയാറത്ത് ചെയ്യാൻ. അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കള്, പടച്ചവനെ അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ ഇങ്ങനെ അറബികൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ജന്നത്തുൽ ബഖിയിലൂടെ നടന്ന് ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ കമ്പി വെച്ച് മറച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ ബീവിയുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമക്കളുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ ഖബർ കാണാ, അവിടുത്തെ സ്വഹാബത്തിന്റെ ഖബർ കാണാ. അവിടെയൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് നമ്മളെ ഇങ്ങനെ പായിക്കുകയാണ്. അവരിങ്ങനെ നമ്മളവിടെ കൂടി നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന അല്ലാഹുവേ, ഈ ഭൂമിയിലെ സ്വർഗമുണ്ടല്ലോ, എത്ര വലിയ ഭാഗ്യമുള്ളവർ മാത്രമാണ് അവിടെ കിടക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ആ ജന്നത്തുൽ ബഖിയിലെ ഒരു 6 അടി മണ്ണ് അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മരണമല്ല, ഒരു കാര്യമല്ല. കാരണം എന്തെന്നറിയുമോ? മനിസ്തതായമൂതു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മദീനയെ സ്നേഹിച്ചാൽ, ആ മദീനയിൽ വന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ വജബതു ലഹു ശഫാഅതി, ഞാനവന് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു മദീനത്ത് ചെന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു അവിടെ ഒരു 6 അടി മണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലെന്താ? ആരെങ്കിലും എൻ്റെ നാടിനെ സ്നേഹിച്ച് എൻ്റെ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ച് മദീനയിൽ വന്നു മരണപ്പെട്ടാൽ വജബതു ലഹു ശഫാഅത്തി, അവനെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാ പോയി കാണണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കതുകൊണ്ട് അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത് പോയി കാണണം. നമ്മൾ എന്തിനാ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യും. മൻ സാറ ഖബരി വജബതു ലഹു ശഫാഅത്തി. ചൗക്കണ്ണം പോയിട്ടുണ്ടോ ഉംറയ്ക്കോ ഹജ്ജിനോ? ഷാജിക്ക അൻസാരിയാണ്. എന്തിനാണ്? സുബ്ഹാനല്ലാഹ് ഇരിക്കുന്നു. എന്തിനാ നിങ്ങൾ പോയിട്ടുണ്ടോ? പ്രസിഡന്റ് നബി തങ്ങൾ പറഞ്ഞ എന്തെന്നറിയോ? എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ, വാപ്പാടെ ഖബറിൽ പോകുന്നില്ല പിന്നെ ഇല്ലേ, എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഞാൻ കൊണ്ടുപോകും അവന് സ്വർഗത്തിൽ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കേണ്ട. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകണം അവിടെയൊക്കെ. ഞാനിപ്പോൾ ഈ റമദാനിൽ ഉംറയ്ക്ക് പോയി. റമദാനിൽ ഉംറയ്ക്ക് പോയപ്പോൾ പടച്ചോനെ, കഅബാലയത്തിന്റെ മുറ്റത്ത് എന്നപ്പോൾ എല്ലാം മറച്ചു വെച്ചിരിക്കുക. കഅബ ഒന്ന് തൊടാൻ പറ്റുന്നില്ല, ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ പറ്റുന്നില്ല. വലിയ വിഷമം. എപ്പോൾ പോയാലും അതിലൊന്ന് മുത്തും, എപ്പോൾ പോയാലും കഅബയുടെ കില്ലയും പിടിക്കും, ഹജറുൽ അസ്വദ് മുത്തും. ഹജ്ജിന് പോയപ്പോൾ പോലും അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം നൽകി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഈ റമദാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയപ്പോൾ ഇതൊന്നും കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ, ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞു, എല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് പോയി തൊടണമെന്ന് വലിയൊരാഗ്രഹം. പരിശുദ്ധമായ കഅബ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, മനുഷ്യന്റെ മരണമല്ലേ. ഒന്ന് പോയിട്ട് അൽഹംദുലില്ലാ. ഇപ്പൊ കൊറോണയൊക്കെ മാറിയില്ലേ, ഇപ്പൊ എന്താ പന്നിപ്പനിയും മറ്റേ പനിയൊക്കെ അല്ലേ, ഇതൊക്കെ പോട്ടെ. അപ്പൊ അതൊക്കെ തുറന്ന് ഓപ്പണായി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, ചില കടമകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനോട് ഒരു മനുഷ്യനുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ
അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് അംഗീകരിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനോടുള്ള കടമകളിൽപ്പെട്ട ഒരു കടമ എന്തെന്നറിയുമോ? ഈ പരിശുദ്ധമായ ഖുർആൻ അത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അല്ലാതെ ലോകത്തൊരു മനുഷ്യനും ഒരു സൃഷ്ടിയും അവിടെ നിന്ന് അവതരിപ്പിച്ചതല്ല, മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ല. അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് പരിശുദ്ധമായ ഖുർആൻ, അത് പരിപൂർണമായിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത അത് അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് പരിപൂർണമായി നീ അംഗീകരിക്കണമെന്നുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവനെ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാകാശം കടന്ന് മദീനത്തിരിക്കുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നതാണ്. ആ ഖുർആനിന്റെ ആയത്തുകളുമായി അവിടുന്ന് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, പ്രവാചകൻ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികൾ അത് പഠിച്ചു, എഴുതി വെച്ചു. ആ പരിശുദ്ധമായ കലാം അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. വഇന്നഹു ലതനസ്സലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബി ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനി അറബിയ്യിൻ മുബീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ച തന്നെയാകുന്നു. വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അത് ഇറങ്ങിയതാണ്. നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം, നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നതാണ്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു ഇറക്കി തന്നതാണ്. കുല്ലു നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക ബിൽ ഹഖ് ലിയുസബ്ബിത അല്ലദീന ആമനൂ വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, റൂഹുൽ ഖുദ്സായ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് പരിപൂർണമായി അവതരിപ്പിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നീ വിശ്വസിക്കണം. അത് നിന്റെ കടമയാണ്, അത് ഖുർആനിനോടുള്ള ബാധ്യതയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് പരിപൂർണമായി ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയത്, അല്ലാതെ വേറൊരാളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓതിയതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുതിയതല്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് നീ പരിപൂർണമായി വിശ്വസിക്കണം. രണ്ടാമത്തെ കടമ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനോടുള്ള രണ്ടാമത്തെ കടമ എന്താ? ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഖുർആനിനോടുള്ള കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസികളുടെയും ബാധ്യതയാണ്. ഓരോ ആയത്തിലൂടെയും അല്ലാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം അറിഞ്ഞിരിക്കണം, നാം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ലാഹു പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ ലഅല്ലകും തഅഖിലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് അറബി ഭാഷയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായിട്ട് നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അറബി ഭാഷയിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് പഠിക്കണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ഖുർആൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഒരുപാട് ഹദീസ്
ഹദീസ് പഠിച്ചവരാണ്, അതിന്റെ മഹത്വം പഠിച്ചവരാണ്. ഒരായത്ത് പഠിച്ചാൽ ഒരു സൂറത്ത് പഠിച്ചാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഞാനും നിങ്ങളും പഠിച്ചവരാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ആരാ പറഞ്ഞു തരുന്നത്? മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കഴിഞ്ഞ് പടച്ചവനെ അങ്ങ് പുറകിലേക്ക് നടന്നു പോകുമല്ലോ, ജന്നത്തിൽ ബഖിയ കാണാൻ, ജന്നത്തിൽ ബഖിയ സിയാറത്ത് ചെയ്യാൻ. അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കള്, പടച്ചവനെ അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ ഇങ്ങനെ അറബികൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ജന്നത്തുൽ ബഖിയിലൂടെ നടന്ന് ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ കമ്പി വെച്ച് മറച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ ബീവിയുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമക്കളുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ ഖബർ കാണാ, അവിടുത്തെ സ്വഹാബത്തിന്റെ ഖബർ കാണാ. അവിടെയൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് നമ്മളെ ഇങ്ങനെ പായിക്കുകയാണ്. അവരിങ്ങനെ നമ്മളവിടെ കൂടി നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന അല്ലാഹുവേ, ഈ ഭൂമിയിലെ സ്വർഗമുണ്ടല്ലോ, എത്ര വലിയ ഭാഗ്യമുള്ളവർ മാത്രമാണ് അവിടെ കിടക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ആ ജന്നത്തുൽ ബഖിയിലെ ഒരു 6 അടി മണ്ണ് അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മരണമല്ല, ഒരു കാര്യമല്ല. കാരണം എന്തെന്നറിയുമോ? മനിസ്തതായമൂതു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ മദീനയെ സ്നേഹിച്ചാൽ, ആ മദീനയിൽ വന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ വജബതു ലഹു ശഫാഅതി, ഞാനവന് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു മദീനത്ത് ചെന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു അവിടെ ഒരു 6 അടി മണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം എന്താ? ആരെങ്കിലും എൻ്റെ നാടിനെ സ്നേഹിച്ച് എൻ്റെ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ച് മദീനയിൽ വന്ന് മരണപ്പെട്ടാൽ അവനെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാ പോയി കാണണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കതുകൊണ്ട് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് പോയി കാണണം. നമ്മൾ എന്തിനാ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യും. ചൗക്കണ്ണം പോയിട്ടുണ്ടോ ഉംറയ്ക്കോ ഹജ്ജിനോ? ഷാജിക്ക അൻസാരിയാണ്. എന്തിനാണ്? സുബ്ഹാനല്ലാഹ് ഇരിക്കുന്നു. എന്തിനാ നിങ്ങൾ പോയിട്ടുണ്ടോ? അവസരമുണ്ട്. നബി തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ, വാപ്പാടെ ഖബറിൽ പോകുന്നില്ല പിന്നെ ഇല്ലേ, എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഞാൻ കൊണ്ടുപോകും അവനെ സ്വർഗത്തിൽ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കേണ്ട. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകണം അവിടെയൊക്കെ. ഞാനിപ്പോൾ ഈ റമദാനിൽ ഉംറയ്ക്ക് പോയപ്പോൾ പടച്ചോനെ കഅബാലയത്തിന്റെ മുറ്റത്ത് എന്നപ്പോൾ എല്ലാം മറച്ചു വെച്ചിരിക്കുക. കഅബ ഒന്ന് തൊടാൻ പറ്റുന്നില്ല, ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ പറ്റുന്നില്ല. വലിയ വിഷമം. എപ്പോൾ പോയാലും അതിലൊന്ന് മുത്തും, എപ്പോൾ പോയാലും കഅബയുടെ കില്ലയും പിടിക്കും, ഹജറുൽ അസ്വദ് മുത്തും. ഹജ്ജിന് പോയപ്പോൾ പോലും അള്ളാഹു എനിക്കതിനുള്ള ഭാഗ്യം നൽകി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഈ റമദാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയപ്പോൾ ഇതൊന്നും കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞു, എല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് പോയി തൊടണമെന്ന് വലിയൊരാഗ്രഹം. പരിശുദ്ധമായ കഅബ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, മനുഷ്യന്റെ മരണമല്ലേ. ഒന്ന് പോയിട്ട് അൽഹംദുലില്ലാഹ്. ഇപ്പൊ കൊറോണയൊക്കെ മാറിയില്ലേ,
പന്നിപ്പനിയും മറ്റേ പനിയൊക്കെ അല്ലേ, അതൊക്കെ പോട്ടെ. അപ്പൊ അതൊക്കെ തുറന്ന് ഓപ്പണായി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ്. നമുക്ക് പിന്നെ റബീഉൽ അവ്വലിൽ പോകാൻ പറ്റത്തില്ലല്ലോ, മൊത്തം വഴതല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒരു ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലീവൊക്കെ തരണം കേട്ടാ. അടുത്ത മാസം അൽഹംദുലില്ലാ അള്ളാഹു അനുഗ്രഹിച്ച പോയി ഉംറ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സഫർ മാസമല്ലേ, സെപ്റ്റംബർ മാസത്തിൽ വലിയ തിരക്കൊന്നുമില്ല, ഓണത്തിന്റെ സമയം, വലിയ തിരക്കൊന്നുമില്ലാതെ ആ സമയത്ത് അൽഹംദുലില്ലാ ഒന്ന് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു ഒരു വഴി തുറന്നു തരുമാറാകട്ടെ. ആമീൻ പറ. പായിപ്പാടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവണം കേട്ടോ. ചുമ്മാ കമ്മിറ്റിക്കാരൊക്കെ ഇറങ്ങി ചുമ്മാ വായിക്കാൻ ഇറക്കാതെ എല്ലാത്തിനെയും ആ റൂമിനകത്ത് നിന്ന് അടിച്ചിറക്കി പൂട്ടണം. എല്ലാത്തിനും അതിനകത്ത് എന്തോ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ കമ്മിറ്റി ഓഫീസ് പൂട്ടിയിട്ട് എല്ലാത്തിനും ഉംറയ്ക്ക് പറഞ്ഞു വിടണം. അൽഹംദുലില്ലാ ഒരു വണ്ടി ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഷൗക്കണ്ണം വരുന്നു. ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പായിപ്പാട് നമ്മുടെ വയറിങ്ങിന്റെ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഭാര്യ മക്കളായിട്ടും പോണ്ട ഉംറയ്ക്ക് പോണ്ടേ? അവർ രണ്ടുപേരുണ്ട്, ഭാര്യയും മക്കളായിട്ട് രണ്ട് പാർട്ണർമാരും ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകാൻ തീരുമാനം. ഈ പായിപ്പാടുന്ന് തന്നെ ഇപ്പൊ ഏകദേശം 5-6 പേര്, 10 പേര് കാണും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. മതി അൽഹംദുലില്ലാ, പോയി ഉംറ ചെയ്യണം. അല്ലാഹു അക്ബർ. ഷാജി അണ്ണ 18 ലക്ഷത്തിന്റെ കാറ്, സുബ്ഹാനല്ലാഹ്. നാസറണ്ണന് ഒരു 5-6 പോത്ത് വിറ്റാൽ മതി. നാസറണ്ണൻ അൽഹംദുലില്ലാ ഉംറയ്ക്ക് പോകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത മാസം ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 10-ാം തീയതി എങ്ങാണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വലിയ പൈസ ഒന്നുമില്ല. പണ്ടൊക്കെ 50-നോ 45-നൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ. 15 ഇപ്പൊ ചോദിക്കുമ്പോ തന്നെ ഒരു ഉസ്താദ് 55 അല്ലേ. ഇപ്പൊ ലക്ഷങ്ങൾ വേണം. അൽഹംദുലില്ലാ ഇപ്പൊ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോ ഒരു 90 രൂപയ്ക്കകത്ത് 80-85 ആ ഒരു ലെവലിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പോയിട്ടൊരു ഉംറ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. ഇപ്പൊ മക്കളെല്ലാം കൂടെ ഇറങ്ങുന്നുണ്ട്. ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പോകുമ്പോ ഇപ്പൊ 3 പേര് കൂടെ ആയില്ല. അൽഹംദുലില്ലാ അള്ളാഹു തരുന്നൊരു അവസരമല്ലേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷൗക്കണ്ണം വരുമല്ലേ? ഷൗക്കണ്ണ ഉംറയ്ക്ക് വരുന്നില്ലേ? ഷാജിക്കായ നിയ്യത്തങ്ങ് ചെയ്താൽ ബാക്കി റെഡി. പച്ചക്കറി കടയൊക്കെ അവിടെ കിടക്കും. കിടക്കണേ. കൂടപ്പുറപ്പ് ഖബറിലെത്തി അല്ലേ? പോയി ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ 2 പേരായി, അവർ 4, 6 പേരായി ഇപ്പൊ തന്നെ. അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിൽ തന്നെ 6 പേരായി. ഈ ചങ്ങാതി കൂടെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദീനത്തങ്ങനെ ജന്നത്തുൽ ബഖീലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ, അങ്ങനെ നടന്ന് അങ്ങ് പോകുമ്പോ ഒരു ചെറിയ ഒരു ഗ്രില്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കമ്പി കെട്ടിയൊരു ഖബർ കാണാം. പേരൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല. ആ ജന്നത്തുൽ ബഖീയുടെ അങ്ങ് മധ്യഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണാം ആരുടെ ഖബറാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരു സ്വഹാബിയല്ല, നെഞ്ചത്തേക്ക് ഖുർആൻ ചേർത്ത് വെച്ച സ്വഹാബി. മരിക്കുന്ന സമയവും ശത്രുക്കളെ വീടിനകത്തേക്ക് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കുമ്പോ അതാ മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ പാരായണം ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, അല്ലാഹ് എവിടെയാണ് വീണത്? എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്, എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്. അല്ലാഹുമദി, ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുന്നത്. ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. അല്ലാഹുവേ, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എടോ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ, നിന്റെ ജോലിയാണ്
ബാധ്യതയാണ് ഇൽമ പഠിക്കണം. നിന്റെ കടമയാണ് ഖുർആൻ പഠിക്കണം. അത് നിന്റെ ബാധ്യതയാണ്, അത് നിന്റെ കടമയാണ്. അറിയില്ല എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. കാരണം മദ്രസയിൽ മാത്രമല്ല, കുട്ടികളെ മാത്രമല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏത് മനുഷ്യനും പഠിക്കാമല്ലോ, അതിനുള്ള സൗകര്യമെന്നുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട 50 വയസ്സുള്ളവനും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടല്ലോ. ഇംഗ്ലീഷ് പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പള്ളികളിൽ ഫ്രീ ആയിട്ട് ഉസ്താദന്മാര് പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് സഹോദരാ, ഖുർആൻ പഠിക്കൽ ഖുർആനിനോടുള്ള ബാധ്യതയാ. മൂന്നാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആനിനോടുള്ള മൂന്നാമത്തെ ബാധ്യത എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആശയവും വിശദീകരണവും നീ പഠിക്കണം. വെറുതെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഉസ്താദ് എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല. വെറുതെ ഇറച്ചി കോഴിയെ പോലെ നടന്നാ പോരാ, ചിന്തിക്കണം സഹോദരാ. വഇദാ അഖദല്ലാഹു മീസാകല്ലദീന ഊതുൽ കിതാബ ലയുസബ്ബിതുന്ന ലിന്നാസ് വലാ തഖ്തുമൂനഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങൾ മറച്ചു വെക്കരുതെന്നും അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഖുർആൻ പറയുകയാ. ചിന്തിക്കടോ സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വഅൻസൽനാ ഇലൈക ദിക്റ ലിയുസബ്ബിന അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാ. വഅൻസൽനാ ഇലൈക ദിക്റ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു. മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ, അവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. മനുഷ്യാ, നീ ചിന്തിക്കുന്ന ഖുർആൻ പറയുകയാണ്. എന്താണ് അല്ലാഹു ഇതിനകത്ത് പറയുന്നത്? ഓരോ ആയത്തിന്റെ അകത്തും പഠിക്കാനും ചിന്തിക്കാനും നന്നാകാനും മനസ്സിലാക്കാനും സത്യമേത് അസത്യമേത് മോശമേത് നന്മയേത് ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരുമ്പോ എന്തുകൊണ്ട് നാം മനസ്സിലാക്കാൻ തയ്യാറുന്നില്ല? എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അതിന്റെ വിവരണം മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.